ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്നവരെയൊക്കെ ചിലപ്പോൾ ഞാൻ നേരിട്ട് കണ്ടുമുട്ടാറുണ്ട്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അവരെൻ്റെ കൂടെ സെൽഫിയൊക്കെ എടുക്കാറുണ്ട്. അവരിൽ ചിലർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, മാഡത്തിൻ്റെ എല്ലാ വീഡിയോസും ഞങ്ങൾ കാണാറില്ല, പക്ഷെ പാരൻറ്റിങ് വീഡിയോ മുടങ്ങാതെ കാണാറുണ്ട്. ഏതായാലും പാരൻറ്റിങ് വീഡിയോ കുറച്ച് പേർക്കെങ്കിലും നന്നായിട്ട് പ്രയോജനപ്പെടുന്നു എന്നറിയുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ജെൻറ്റിൽ പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. നമുക്ക് വലിയ ഡിസിപ്ലിനൊന്നും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ നല്ല ഡിസിപ്ലിൻഡായിട്ട് വളർത്തണം. പക്ഷേ ഈ ഡിസിപ്ലിനെ കുറിച്ച് പലർക്കും പല കാഴ്ചപ്പാടാണ് ഉള്ളത്. ചിലരെന്തിനാണ് ഡിസിപ്ലിൻ ചെയ്യുന്നതെന്നോ, പുറത്തൊക്കെ പോകുമ്പോൾ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ആളുകൾ എന്ത് കരുതും, നമ്മൾ വളർത്തുന്നത് ശരിയല്ല എന്നൊക്കെ അവർ വിചാരിച്ചാലോ. വേറെ ചിലർ ഡിസിപ്ലിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കുന്നത് വിവിധ ശിക്ഷാവിധികളെക്കുറിച്ചാണ്. തല്ലിയും ശകാരിച്ചും കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ പഠിപ്പിക്കലാണ് അവർ ചിന്തിക്കുന്ന മാർഗം. പിന്നെ വേറെ ചിലരുണ്ട് കേട്ടോ, ശാരീരികമായിട്ട് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നതും ശകാരിക്കുന്നതും ഒക്കെ ഇപ്പോൾ ആരും അംഗീകരിക്കാത്ത കാര്യമായി മാറി. അത് നിയമം മൂലം തടഞ്ഞിരിക്കുകയാണ്. ശിക്ഷണമാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ ശിക്ഷയാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. അപ്പോൾ അത് മാറ്റി ശിക്ഷണത്തിലേക്ക് കടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ട് ചിലർ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാറില്ല. വന്ന് ശിക്ഷയും ഇല്ലാതായി, ശിക്ഷണവും ഇല്ലാതായി. എന്നാൽ ഡിസിപ്ലിൻ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും സന്തോഷപ്രദമായി മുന്നോട്ട് പോകണമെങ്കിൽ ചില നിയമങ്ങളൊക്കെ നമ്മൾ പാലിച്ചേ മതിയാവും. ചില മര്യാദകൾ നമുക്കുണ്ടാവണം. ഇതിലൊക്കെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് ഡിസിപ്ലിൻഡാക്കി വളർത്തിയെടുക്കാം. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഏത് കാര്യവും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം ഒന്നേ ഉള്ളൂ, നമ്മൾ അതിന് മാതൃകകളാവുക. ഏതായാലും വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ മകൾ ആഷയാണ്. ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോസിൽ വരുന്ന കമൻസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യുക, അവർക്ക് നല്ല ബിഹേവിയർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അവരുടെ പെരുമാറ്റം എങ്ങനെ നന്നാക്കാം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇന്ന് അതിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പും ഞാൻ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്നുള്ള വിഷയത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് കരുതി. സോ കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോയിന്റ് നമ്പർ 1, കുട്ടികൾ തെറ്റായിട്ടുള്ള രീതിയിൽ പെരുമാറുമ്പോൾ ആ പെരുമാറ്റം കറക്റ്റ് ചെയ്യുന്നതിന് പകരം എപ്പോഴും അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്നൊന്ന് അന്വേഷിക്കുക. മിക്കവാറും കുട്ടികൾ മോശമായിട്ടൊക്കെ പെരുമാറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം അതിന് മുന്നിലുണ്ടാവും. ഇപ്പോൾ എൻ്റെ മോളുടെ കാര്യം പറയുകയാണെങ്കിൽ, നിയ എന്നാണ് അവളുടെ പേര്. ഞാൻ ഫുൾ ടൈം PhD ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കോളേജിൽ പോയിട്ട് ഒരു ദിവസം തിരിച്ചു വരാൻ കുറച്ച് ലേറ്റായി, രാത്രിയായി തിരിച്ചു വന്നപ്പോൾ. പക്ഷെ അവൾ പതിവ് പോലെ വളരെ ചിരിച്ച സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിലുള്ള വേറെ ആരോ അവളുടെ ഒരു കളിപ്പാട്ടം അവളുടെ അടുത്തുനിന്ന് വേറെ എങ്ങോട്ടും എടുത്ത് മാറ്റി വെച്ചു. അത് കണ്ടപ്പോൾ അവൾ വല്ലാതെ അപ്സെറ്റായി. അവൾ ഒരുപാട് ബഹളം വെച്ചു, കരഞ്ഞു, അതെടുത്ത് മാറ്റി എന്തിനാന്നൊക്കെ പറഞ്ഞ് ഒച്ച വെച്ചു. അങ്ങനെ ആകെ പ്രശ്നമായി. ഞാൻ പതിവ് പോലെ അവളുടെ കൂടെ തന്നെ ഇരുന്നു. അവളുടെ ഫീലിങ്സിനെ ഞാൻ അംഗീകരിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, നിനക്കത് മാറ്റി വെച്ചത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ, അതിവിടെ തന്നെ ഇരിക്കണം എന്നുണ്ടായിരുന്നു അല്ലേ നിനക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒരുവിധം ആശ്വസിച്ചപ്പോഴേക്കും വീണ്ടും അടുത്ത എന്തോ ഒരു ചെറിയ കാര്യത്തിന് അവൾ വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. എന്ത് പറ്റി, ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഈ നിസ്സാര കാര്യത്തിന് എന്തിനാ കൊച്ചിങ്ങനെ കരയുന്നതെന്നൊക്കെ ഓർത്ത് അവരിങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്കും മനസ്സിലാകെ ഒരു വിഷമമായി. എന്ത് പറ്റിയാവോ, ഒന്നും പ്രത്യേകിച്ച് സംഭവിച്ചില്ലല്ലോ, ഇത്ര എന്നെ കണ്ടപ്പോഴും വളരെ സന്തോഷത്തോടെയൊക്കെ ഇരുന്നാണല്ലോ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ചിലപ്പോൾ ഞാൻ വരാൻ വൈകിയതുകൊണ്ടായിരിക്കും അല്ലേ. സാധാരണ ഞാൻ ഇത്രയും വൈകാറില്ല. വൈകിട്ട് കുറച്ച് നേരത്തെ 4 മണിയൊക്കെ കഴിയുമ്പോൾ എത്തുന്നതാണ് ഞാൻ. അപ്പോൾ അന്ന് ലേറ്റായി. അപ്പോൾ രാവിലെ തൊട്ട് ഒരുപാട് സമയം അവൾ എന്നെ വിട്ട് നിൽക്കേണ്ടി വന്നു. ചിലപ്പോൾ അതായിരിക്കും അതിനുള്ള കാരണം. അപ്പോൾ പതിയെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഇന്ന് ഞാൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് വിഷമമുണ്ടായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ ആ കരച്ചിലിനിടയിൽ മമ്മ എന്താ ഇത്രയും ലേറ്റായി എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അത് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കകം അവളുടെ കരച്ചിൽ അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിക്കും അവളുടെ കരച്ചിലിന്, അവളുടെ ആ വാശിക്ക്, അവളുടെ ആ വിഷമത്തിന് പിന്നിലുള്ള കാരണം ഇതായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അതൊന്നും അല്ല, ഈ വെറുതെ കളിപ്പാട്ടം ഒന്നും എടുത്ത് മാറ്റിയതിന് ഇത്രമാത്രം കരയണം എന്തിനാന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. അപ്പം ഇതുപോലെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ ഞാൻ എൻ്റെ മോളുടെ കേസിൽ പറഞ്ഞ പോലെ അവർക്ക് ആവശ്യമുള്ള അത്ര ഒരു കണക്ഷൻ ആ ദിവസം അവരുടെ അച്ഛനും അമ്മയായിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല.
അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം ദിനചര്യയിൽ എന്തെങ്കിലും മാറ്റം വന്നാലും കുട്ടികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കുട്ടികൾ പ്രത്യേകിച്ച് അവർക്ക് ഒരു റുട്ടീൻ ഉണ്ടാവുക, ഒരു ചിട്ടയിൽ കാര്യങ്ങൾ പോവുക എന്നുള്ളത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് അവർക്ക് വളരെ കംഫർട്ടബിൾ ആണ്. അത് അവർ ഒരുപാട് റിലാക്സ്ഡ് ആക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അവർക്ക് ചിലപ്പോൾ അന്നത്തെ ദിവസം എപ്പോഴെങ്കിലുമൊക്കെ ഒരു പൊട്ടിത്തെറി ഇതുപോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിലപ്പം പെട്ടെന്ന് ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ, ഒരു പ്രവൃത്തിയിൽ നിന്ന് വേറൊരു പ്രവൃത്തിയിലേക്ക് പെട്ടെന്ന് മാറേണ്ടി വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോഴും ഇതുപോലെ വാശിയോ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അവർക്ക് ആവശ്യത്തിന് ഓട്ടോണമി കിട്ടിയില്ലെങ്കിൽ, അതായത് അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് തുടരെ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് കേൾക്കേണ്ടി വരുന്നു, അല്ലെ, എല്ലാത്തിനും ഒരുപാട് പുറമേ നിന്ന് കൺട്രോൾ ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴും അത് അവസാനം ഒരു പൊട്ടിത്തെറിയിൽ അവസാനിച്ചെന്നിരിക്കും. സോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഈ കാരണത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കും കൂടുതൽ എളുപ്പമായിരിക്കും അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ. ഇനി പോയിന്റ് നമ്പർ 2, എപ്പോഴും കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുമായിട്ട് കണക്ട് ചെയ്യണം. ഇത് ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു കുട്ടി ഇപ്പം മതിലിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു, മതിലൊരു പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പല രീതിയിൽ കുട്ടിയോട് പ്രതികരിക്കാം, അല്ലേ? വേണമെങ്കിൽ നമുക്ക് ഉടനെ ചെന്നിട്ട് കുട്ടിയെ ശകാരിക്കാം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഇങ്ങനെ മതിലിലൊന്നും പടം വരയ്ക്കരുതെന്ന്, ഇനി നിനക്ക് ക്രയോൺസും കളർ പെൻസിലും ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് അതൊക്കെ വാങ്ങിച്ച് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് കൊള്ളാലോ പടം, സൂപ്പറായിട്ടല്ലോ നീ വരച്ചത്, നമുക്കിത് ഒരു പേപ്പറിൽ വരയ്ക്കാം എന്ന് പറഞ്ഞിട്ട് പതുക്കെ കുട്ടി അവിടെ നിന്ന് മാറ്റി ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്ന് അതിൽ പടം വരയ്ക്കാം. ഈ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് നമ്മൾ കണക്ഷൻ ബിഫോർ കറക്ഷൻ, അതായത് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുട്ടിയായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ കുട്ടിയുടെ തലച്ചോറ് നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കാൻ കുറച്ചുകൂടെ തയ്യാറായിരിക്കും. വേറൊരു ഉദാഹരണമാണ്, ഇപ്പോൾ കുട്ടി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമായി. അപ്പോൾ നമ്മൾ പതിയെ കുട്ടിയുടെ അടുത്ത് ചെന്ന് കൂടെ ഇരുന്ന് നീ ഇതാണോ കാണുന്നത്, കൊള്ളാലോ ഇത്, അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ കാണിച്ച് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിച്ച് എന്നിട്ട് പതിയെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടോ, അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാം ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ കുറച്ചുകൂടെ ചാൻസ് ഉണ്ട്, അത് കുറേ കൂടെ ഫലപ്രദമായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ഒരിക്കലും ഒരു വാശിയോ കരച്ചിലോ ഒക്കെ നടക്കുന്ന സമയത്ത് വലിയ ഉപദേശങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. ഓക്കെ, കാരണം ആ സമയത്ത് കുട്ടിയുടെ തലച്ചോറ് ആകെ പ്രശ്നത്തിലിരിക്കുകയാണ്. അപ്പോൾ പുറമേ നിന്ന് വരുന്ന ഇതുപോലുള്ള ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാനുള്ള ഒരവസ്ഥയിലായിരിക്കില്ല തലച്ചോറ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതെല്ലാം വെറുതെ വേസ്റ്റാണ്, വെറുതെ സമയം കളയണ്ട. അപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു വാശി കാണിക്കുക, കരയുക, ദേഷ്യപ്പെടുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യമാണ് കുട്ടി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവനവന് തന്നെ അപകടം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ഉടനെ അത് നിർത്തുക, കുട്ടിയെ അവിടെ നിന്ന് മാറ്റുക, പതിയെ മാറ്റുക, അവനെ ശാന്തനാക്കാൻ സഹായിക്കുക. അതിന് നമ്മൾ കൂടെ ഇരിക്കുക. കുട്ടിയുടെ ഫീലിങ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അംഗീകരിക്കുക. എനിക്കറിയാം നിനക്ക് ഇന്ന കാരണം കൊണ്ടാണല്ലോ ഇപ്പോൾ ദേഷ്യം വന്നത്, അല്ലെങ്കിൽ നിനക്ക് വിഷമം വന്നല്ലേ, ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് നിനക്ക് വിഷമം ഉണ്ടായല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഫീലിങ്സിനെ അംഗീകരിക്കുക. എന്നിട്ട് നമ്മൾ അവനെ ശാന്തനാക്കാൻ സഹായിക്കുക, കൂടെ ഇരുന്ന് അവന് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. അതാണ് നമ്മൾ അപ്പോൾ ചെയ്യേണ്ട കാര്യം. പിന്നീട് കുട്ടി ശാന്തനായതിനു ശേഷം മേ ബി അന്ന് വൈകുന്നേരം നമ്മൾ കുട്ടിയുമായിട്ട് കാഷ്വലായിട്ട് ഇരുന്ന് സംസാരിക്കുകയോ കളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് രാവിലെ നടന്ന കാര്യത്തെപ്പറ്റി ഒന്നുകൂടെ ഒന്ന് സംസാരിക്കാം. ഇന്ന് രാവിലെ നിനക്ക് നടന്നത് ഓർമ്മയില്ലേ, ഇങ്ങനെ നിനക്ക് അപ്പോൾ ദേഷ്യം വന്നല്ലേ, മേ ബി അടുത്ത പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ, നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ ഇന്നതുപോലെ ചെയ്താൽ മതി, നിനക്ക് ഇങ്ങനെ ഇടിക്കണം എന്ന് തോന്നുമ്പോൾ നീ ഒരു കാര്യം ചെയ്യും, ബെഡിൽ പോയിട്ട് ഇടിച്ചോളൂ, അല്ലെങ്കിൽ ആ പില്ലോയിൽ ഇടിച്ചോളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ കുട്ടിയുടെ അടുത്ത് തന്നെ നമുക്ക് സൊല്യൂഷൻസ് ചോദിക്കാം. നിനക്ക് എന്ത് തോന്നുന്നു, അടുത്ത പ്രാവശ്യം ഇതെങ്ങനെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാം, ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ചോദിച്ച് കുട്ടിയുടെ കൂടെ അഭിപ്രായം അറിയാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. പോയിന്റ് നമ്പർ 4, കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ശാന്തമായിട്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി അവരോട് കാര്യങ്ങൾ പറയാം. ഒരുപാട് ഒച്ചയുയർത്തി ശകാരഭാവത്തിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരോട് കേൺ അപേക്ഷിക്കുന്നത് ഇതൊന്നും ഒട്ടും ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങളല്ല. എൻ്റെ മോൾക്ക് ഞാൻ TV കാണാൻ കുറച്ച് സമയം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ ചിലപ്പോഴൊക്കെ അതിന് പുറമെ കൂടുതൽ സമയം കാണണമെന്നൊക്കെ എന്നോട് ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ ഞാൻ അവളോട് വളരെ ശാന്തമായിട്ട്, ഒട്ടും ദേഷ്യപ്പെടാതെ, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവളോട് പറയാറുണ്ട്, കാണാമല്ലോ, അതിനെന്താ നാളെ കാണാമല്ലോ. ഇതുപോലെ നമ്മൾ വളരെ പെട്ടെന്നൊരു നോ പറയാതെ ഇങ്ങനെ യെസിൻ്റെ രൂപത്തിൽ അത് പറഞ്ഞാലും കുറച്ചും കൂടി ഫലപ്രദമായിരിക്കും.
നമ്മൾ ഒച്ചയെടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഫോഴ്സ് ഉപയോഗിച്ച് അവരെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അവർ തിരിച്ചും അത്രയും ഫോഴ്സോടുകൂടി അല്ലെങ്കിൽ അത്രയും അതിലും ശക്തിയോടുകൂടി എതിർക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ എല്ലാവരും തലച്ചോറ് അങ്ങനെയാണ് പ്രവർത്തിക്കുക. നമ്മളെ കൊണ്ട് ആരെങ്കിലും നിർബന്ധിച്ച് ഫോഴ്സ് ഉപയോഗിച്ചൊരു കാര്യം ചെയ്യിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് മിക്കവാറും അതിനെ കൂടുതൽ ശക്തിയോടെ എതിർക്കാനാണ് ശ്രമിക്കുക. അത് ശരിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അല്ലേ. അല്ലെങ്കിൽ ആ വഴിയെ പോകുന്ന ആർക്ക് വേണമെങ്കിലും അവരെ കൊണ്ട് നിർബന്ധിച്ച് എന്തുവേണമെങ്കിലും ചെയ്യിപ്പിക്കാവുന്ന അവസ്ഥയാവില്ലേ. സോ അവർക്ക് സ്വന്തമായിട്ട് വിൽ പവർ ഉണ്ടാവാനും ഡിറ്റർമിനേഷൻ ഉണ്ടാവാനും ഒക്കെ തലച്ചോറിൻ്റെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആവശ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. 5ാമത്തെ പോയിന്റ് ആണ്, എന്തേലും ചെയ്യരുത് എന്ന് പറയാതെ അതിന് പകരം എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിവിടെ പറയുന്നത്. കുട്ടികൾക്ക് എപ്പോഴും നോ എന്ന് കേൾക്കേണ്ടി വരുന്നത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത് അവരുടെ വളർച്ചയെ തന്നെ ഒരുപക്ഷെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. സോ എപ്പോഴും കൂടുതൽ യെസ് പറയാൻ ശ്രമിക്കണം. പിന്നെ ചെയ്യരുതെന്ന് പറയുമ്പോൾ മിക്കവാറും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ അരുത് അവർ കേൾക്കില്ല, അതിന് മുമ്പത്തെ ഭാഗം മാത്രമേ അവർ കേൾക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യരുതെന്ന് പറയുന്ന പല കാര്യങ്ങളും അവർ ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത് പകരം എന്താണ് ചെയ്യേണ്ടതെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ മതിലിൽ വരയ്ക്കുന്ന കുട്ടിയോട് പേപ്പർ എടുത്ത് കൊടുത്തിട്ട് ഇതിൽ വരയ്ക്കാൻ പറയുക. അല്ലെങ്കിൽ കടിക്കുന്ന സ്വഭാവമുള്ള കുട്ടിയാണെങ്കിൽ കടിക്കാൻ സേഫായിട്ടുള്ള ടോയ്സ് ഒക്കെ കിട്ടും. സോ ആളുകൾ കടിക്കുന്നതിന് പകരം അവരോട് ഈ ടോയ് കൈ കൊടുത്തിട്ട് എനിക്ക് കടിക്കാൻ തോന്നുമ്പോൾ ഇതിൽ കടിച്ചോളൂ എന്ന് പറയുക. അങ്ങനെ പകരം എന്ത് ചെയ്യാമെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. പോയിന്റ് നമ്പർ 6, എപ്പോഴും നമ്മൾ ലിമിറ്റ്സ് ഒക്കെ നേരത്തെ സെറ്റ് ചെയ്യുക. അതായത് കുറച്ച് നിയമങ്ങളൊക്കെ വേണം, ഒരു സ്ട്രക്ചർ വേണം. കുട്ടികൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ പാടില്ലാത്തതെന്ന് അവർക്ക് നേരത്തെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. സോ കുട്ടികൾ എന്തെങ്കിലും ചെയ്തിട്ട് ആ സമയത്ത് അവരെ കറക്റ്റ് ചെയ്യുന്നതിന് പകരം നേരത്തെ തന്നെ ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു ബുക്ക് വായിച്ചപ്പോൾ അതിൽ കണ്ട ഒരു ഉദാഹരണമാണ്. നമ്മളൊരു പാലത്തിൽ കൂടെ വണ്ടി ഓടിക്കുകയാണെന്ന് സങ്കല്പിക്കുക. സോ അത് കൈവരിയൊന്നും ഇല്ലാത്തൊരു പാലമാണെങ്കിൽ നമ്മൾ വളരെ പേടിച്ചല്ലേ വണ്ടി ഓടിക്കുള്ളൂ. കാരണം നമ്മളെങ്ങാനും പുഴയിലേക്ക് വീണ് പോകുന്നുള്ളൊരു പേടി നമുക്കുണ്ടാവും. പക്ഷേ കൈവരിയുള്ള പാലമാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ധൈര്യത്തോടെ വണ്ടി ഓടിക്കും അല്ലേ, കാരണം കൈവരിയുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സേഫാണ്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. സോ അവർക്ക് ഇതുപോലെ ലിമിറ്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർക്ക് കുറച്ചുകൂടി ധൈര്യത്തോടെ അവരുടെ ലോകത്തെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സാധിക്കുക. സോ കുട്ടികൾക്ക് ലിമിറ്റ്സ് ഇഷ്ടമാണ്, പക്ഷെ കുട്ടികൾ മിക്കപ്പോഴും ഈ ലിമിറ്റ്സ് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അവർ വീണ്ടും ചെയ്യാനൊക്കെ ശ്രമിക്കും. കാരണം അവർക്ക് ശരിക്കും മനസ്സിലാക്കണം അല്ലേ, ഇത് ശരിക്കും ഈ ലിമിറ്റിൽ കാര്യമുണ്ടോ, അമ്മ പറഞ്ഞതുപോലെ ഇത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണോ. അതുപോലെ ഒരുപക്ഷെ നമ്മുടെ ഒരു ലീഡർഷിപ്പൊക്കെ അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അമ്മയ്ക്കും അച്ഛനും ശരിക്കും എന്നെ വളർത്തിയെടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടോ എന്നും കുട്ടി ടെസ്റ്റ് ചെയ്യുന്നതാണ് അതുവഴി. ഈ ലിമിറ്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടിക്ക് അതിനോട് റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് നമ്മൾ വളരെ ശാന്തമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻ്റ് ആയിട്ട് ക്ഷമയോടെ നേരിടുകയാണ് വേണ്ടത്. നമ്മൾ കൊടുത്തിട്ടുള്ള ലിമിറ്റ്സൊക്കെ എതിർക്കാൻ നോക്കുമ്പോൾ നമ്മൾ അവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. എനിക്കറിയാം നിനക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ, നിനക്കിത് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ ഫീലിങ്സിനെ അംഗീകരിക്കുക. ആ ഒരു ബുദ്ധിമുട്ട് മറികടക്കാൻ അവരുടെ കൂടെ ഇരിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പോയിന്റ് നമ്പർ 7, കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻസ് അണ്ടർ ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആണ് കൂടുതൽ ആവശ്യം. കാരണം അവർക്ക് പലപ്പോഴും പലതും ചെയ്യാൻ പറ്റാത്തത് അവരുടെ തലച്ചോറിന് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരിക, അവരുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരിക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെ അവരുടെ തലച്ചോറിന് അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ അവർ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആണ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ കുട്ടിക്ക് അപകടം വരാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ കൺവെർട്ടിൽ നിന്ന് മാറ്റുക. പിന്നെ ചിലപ്പോൾ കുട്ടികളോട് നമ്മളെ എത്ര പ്രാവശ്യം അവർ കളിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ടോയ്സ് ഒക്കെ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞാലും അവർ വെച്ചെന്ന് വരില്ല, അവരത് അങ്ങനെ തന്നെ ഇട്ടിട്ട് പോകും. അതിനുള്ള ഒരു കാരണം ഒരു പക്ഷേ ഒരുപാട് ടോയ്സ് ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ. ഒരുപാട് ടോയ്സ് ഉള്ളപ്പോൾ അവർക്കിത് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ എടുത്ത് വെക്കണം എന്നൊന്നും അവർക്കൊരു ഐഡിയ കിട്ടിയെന്ന് വരില്ല. സോ അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള അവരെപ്പോഴും കളിക്കാൻ ഇഷ്ടപ്പെടുന്ന 2-3 ടോയ്സ് മാത്രം അവർക്ക് കളിക്കാൻ അവരുടെ കയ്യത്തിന് ദൂരത്ത് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ മാറ്റി എവിടെയെങ്കിലും വെച്ചേക്കുക. പിന്നെ വേണമെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഈ 3 ടോയ്സ് മാറ്റി വേറെ 3 ടോയ്സ് എടുത്ത് കൊടുക്കാം. അങ്ങനെ ഒരു റൊട്ടേഷൻ ബേസിസിൽ അവർക്ക് ടോയ്സ് കളിക്കാൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ 2-3 ടോയ്സ് മാത്രം ഉള്ളപ്പോൾ അവർക്ക് തിരിച്ചെടുത്ത് വെക്കാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും.
അപ്പോൾ ഇങ്ങനെയുള്ള സപ്പോർട്ടീവ് ഡിസിപ്ലിനാണ് കുട്ടികൾക്ക് ആവശ്യം. പോയിന്റ് നമ്പർ 8, ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, അപ്പോൾ അത് നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്, ഒരു നോ പറഞ്ഞാൽ അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഉടനെ അവർ ഡിസ്ട്രാക്ട് ചെയ്യിക്കുക, അല്ലേ? വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവരുടെ ശ്രദ്ധ തിരിക്കുക. അല്ലെങ്കിൽ ഒരു കരച്ചിലുണ്ടാവുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യത്തിന് അപ്സെറ്റായിട്ട് കുട്ടി കരയുമ്പോൾ അപ്പോഴും അവരുടെ ശ്രദ്ധ തിരിക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ആ കരച്ചിൽ നിർത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വികാരങ്ങളൊക്കെ, ഈ ഇമോഷൻസൊക്കെ ഇങ്ങനെ പുറമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഉള്ളിൽ തന്നെ കിടന്ന് അവസാനം ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമതായിട്ട് അവർക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ അവിടെ നഷ്ടമാവുന്നുണ്ട്. കുട്ടി നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുന്നു, നമ്മൾ നോ പറയുന്നു, കുട്ടി അത് വീണ്ടും വീണ്ടും അത് വേണമെന്ന് ആവശ്യപ്പെടുന്നു, നമ്മൾ വീണ്ടും വീണ്ടും നോ പറയുന്നു. അവസാനം കുട്ടിക്ക് മനസ്സിലാവുന്നു ഓക്കെ നടക്കുന്ന കാര്യമല്ല, അപ്പോൾ കുട്ടിക്ക് വിഷമാവുന്നു, അല്ലെങ്കിൽ കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് കുട്ടികൾ പല സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ പഠിക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുന്നത് ജീവിതത്തിൽ പലതും അവർക്ക് സാധ്യമായില്ല എന്ന് വരും, പലതും അവർക്ക് ആഗ്രഹമുള്ളത് കിട്ടിയില്ല എന്ന് വരും. പക്ഷേ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെടാനും അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പഠിക്കാൻ അവർ ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് സാധിക്കുന്നത്. അപ്പം നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ളൊരു ലേണിംഗ് പ്രോസസ്സ് അവർക്ക് നഷ്ടമാവുകയാണ്. നമ്മൾ അവരെ അതിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് അവിടെ ചെയ്യുന്നത്. സോ അവർ അങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കുക. അവരെന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് സാധിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നോ പറയുക. എന്നിട്ട് അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. അല്ല, നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഫീലിങ്സിനെ അംഗീകരിക്കുക, അവർക്ക് ഉണ്ടാകുന്ന വിഷമത്തെ അംഗീകരിക്കുക. എനിക്കറിയാം നിനക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റാത്തതിൽ നിനക്ക് വിഷമമുണ്ട്. അങ്ങനെ ആ ഫീലിങ്സ് അംഗീകരിക്കുക, അവർക്ക് വേണ്ടി ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. പോയിന്റ് നമ്പർ 9, നോ റിവാർഡ്സ് ഓർ പണിഷ്മെൻറ്റ്സ്. നമ്മൾ ഈ ശിക്ഷണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു കാര്യമാണല്ലേ, എന്തെങ്കിലുമൊക്കെ പ്രതിഫലം, കൈക്കൂലിയൊക്കെ കൊടുത്ത് കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷയുടെ ഭീഷണി മുമ്പിൽ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. ഇത് രണ്ടും ഞാൻ മുഴുവനായിട്ടും ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒട്ടും ലോങ് ടേം ഇഫക്റ്റ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതായത് ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അതൊരിക്കലും അങ്ങനെ ഒരു ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ പ്രതിഫലം കൊടുത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഉൾപ്രേരണയോടുകൂടി അതേ കാര്യങ്ങൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. നമ്മൾ എത്രത്തോളം പുറമേന്ന് അവരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്നോ അത്രത്തോളം അവർക്ക് സെൽഫ് മോട്ടിവേഷൻ കുറയാനേ ചാൻസ് ഉള്ളൂ. ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾ എത്രത്തോളം ഫുഡ് കഴിക്കാൻ നിർബന്ധിക്കുന്നോ മിക്കവാറും അത്രയും അവർക്ക് ഫുഡിനോടൊരു ഇഷ്ടമില്ലായ്മ ഉണ്ടാവാനാണ് ചാൻസ്. സോ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മിക്കവാറും 1 വയസ്സിന് മുമ്പൊക്കെ കുട്ടികൾ നല്ലോണം ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും മിക്കവാറും. നമ്മൾ അവർക്ക് എന്ത് കൊടുത്താലും അവർ കഴിക്കുമായിരിക്കും. ചെറിയ കുട്ടികൾക്ക് വളരെ ഫാസ്റ്റായിട്ടുള്ള വളർച്ചയുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വിശപ്പിൽ ഒരുപാട് വ്യത്യാസങ്ങൾ പെട്ടെന്ന് ഉണ്ടാവും. സോ അവർക്ക് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് വിശപ്പ് ഒന്ന് കുറഞ്ഞിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ ഈ നേരത്തെ നല്ലോണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടി ചിലപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കും. അപ്പോൾ എന്ത് പറ്റും, ഇത്രയും നാൾ നമ്മൾ അവർ കൂളായിട്ട് കഴിച്ചിരുന്നതുകൊണ്ട് നമ്മളും വളരെ കൂളായിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഭക്ഷണത്തിനോട് മടി കാണിച്ചു കൊടുക്കുന്ന സമയം തൊട്ട് നമ്മളും വല്ലാതെ ആങ്ഷ്യസ് ആവും, നമ്മളാകെ പരിഭ്രമിക്കും, അയ്യോ കുട്ടി കഴിക്കുന്നില്ലല്ലോ, പിന്നെ നമ്മൾ പല വിധേന കഴിപ്പിക്കാൻ നോക്കും. അപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാവുന്നത്, ഓ അപ്പോൾ ഈ ഭക്ഷണം എന്നുള്ളത് ഇത്രയും വലിയൊരു സംഭവമായിരുന്നോ, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇത്രയും പ്രഷറുള്ള, അവർക്ക് ഇത്രയും ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നോ, ഇത്രയും ഒരു പവർ സ്ട്രഗിൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അത് പതിയെ ഒരു യുദ്ധമായിട്ട് മാറുന്നു കുട്ടിയും പേരൻസും തമ്മിലുള്ള. അങ്ങനെയാണ് മിക്കവാറും കുട്ടികൾക്ക് പിന്നീട് ഭക്ഷണത്തിനോട് തന്നെ താല്പര്യം ഇല്ലാതായി പോകുന്നത്. പോയിന്റ് നമ്പർ 10, പറ്റുമ്പോഴൊക്കെ നമ്മൾ തമാശയിലൂടെ കളിയിലൂടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു പ്രശ്നം പിടിച്ചൊരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ അതൊന്ന് ലൈറ്റർ ആക്കാൻ നോക്കുക. ഒരു തമാശ പറയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹ്യൂമർ പ്രയോഗിച്ച് ആ സിറ്റുവേഷൻ ഒന്ന് ലൈറ്റ് ആക്കാം. കഴിഞ്ഞ ദിവസം നീയ എന്തോ കാര്യത്തിന് വാശി പിടിച്ചു, പിന്നെ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് അതൊന്നും പറ്റില്ല, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ നിർബന്ധിച്ച് കൊണ്ടുവരാം. പക്ഷെ ഞാൻ അതിന് പകരം ഈ പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്തു. അതായത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ആണോ എന്നാൽ ഞാനിത് മുഴുവൻ കഴിച്ചു കളയേ, ഇപ്പം തീരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ആ സിറ്റുവേഷൻ ഒന്ന് ലൈറ്റാക്കി ഒരു ചിരി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവളും എൻ്റെ കൂടെ കൂടി, പിന്നെ അവൾ സന്തോഷത്തോടെ കഴിക്കാൻ വന്നു. അപ്പോൾ ഇങ്ങനെ
എപ്പോഴൊക്കെ നമുക്ക് പറ്റുമോ അപ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഹ്യൂമർ പ്രയോഗിച്ച് നോക്കുക. അത് കുറേ കൂടി എഫക്റ്റീവ് ആയിരിക്കും. ഇങ്ങനെ പ്ലേഫുൾ ആയിട്ട് ഇങ്ങനെ കളിയിലൂടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ തലച്ചോറ് അത് കുറച്ചും കൂടെ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സോ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്നതിനേക്കാൾ വളരെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് തലച്ചോറ് കൂടുതൽ റിസെപ്റ്റീവ് ആവുക. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച 10 പോയിന്റ്സ്. ഞാൻ ഈ ജെന്റിൽ പാരന്റിങ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ പറയുന്നത് കുട്ടികളെ തോന്നിയ പോലെ വിടണം എന്നാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസും എനിക്ക് വരാറുണ്ട്. വളരെ ചുരുക്കമാണ്, എന്നാലും വരാറുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഈ ജെന്റിൽ പാരന്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും അതായത് കുട്ടികൾ തോന്നിയ പോലെ വിടുന്നതല്ല. അവർക്ക് വേണ്ട ഡിസിപ്ലിനും അവർക്ക് വേണ്ട ലിമിറ്റ്സ് സെറ്റ് ചെയ്യലും ഒക്കെ ഇതിലുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ അവരോട് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. കുട്ടികളെ വ്യക്തികളായി കണ്ടുകൊണ്ട് തന്നെ അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ പേരൻറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിലുള്ളൊരു വ്യത്യാസം. അല്ലാതെ കുട്ടികളെ അടിക്കുന്നില്ല, അവർക്ക് ശിക്ഷ കൊടുക്കുന്നില്ല, അവരെ വഴക്ക് പറയുന്നില്ല എന്നുള്ളത് കൊണ്ടൊന്നും അവരെ തോന്നിയ പോലെ വിടുന്നു എന്ന് അർത്ഥമാകുന്നില്ല കേട്ടോ. സോ ഒരിക്കലും തോന്നിയ പോലെ വിടുന്നതല്ല ജെന്റിൽ പാരന്റിങ്. അതെനിക്ക് ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയണമെന്ന് തോന്നി ഈ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും സജഷൻസും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.